നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോഴത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത് 13/10/2025 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കുള്ള റബ്ബർ വില. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം. രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് RSS 4 ഒരു കിലോയ്ക്ക് 187 രൂപ 50 പൈസയ്ക്കും RSS 5 ഒരു കിലോയ്ക്ക് 184 രൂപയ്ക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത്. അതിനുശേഷം വില ശകലം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം. റബ്ബർ വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 185 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 181 രൂപ, ലൂസ് ഒരു കിലോയ്ക്ക് 176 രൂപ, ലോട്ട് ഒരു കിലോയ്ക്ക് 165 രൂപ മുതൽ 170 രൂപ വരെയും, ഒട്ടുപാൽ 75% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 106 രൂപ മുതൽ 111 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 114 രൂപ മുതൽ 120 രൂപ വരെയും, ISNA 20യുടെ വില ഒരു കിലോയ്ക്ക് 163 രൂപ. ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില. ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം. RSS 4 ഒരു കിലോയ്ക്ക് 185 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 181 രൂപ. ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 164 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 8200 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 9840 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 11480 രൂപ. ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 ഒരു കിലോയ്ക്ക് 2.5 രൂപ കുറഞ്ഞാണ് കച്ചവടം നടക്കുന്നത്. RSS 5 വിലയിലും ഒരു കിലോയ്ക്ക് 3 രൂപ കുറഞ്ഞാണ് കച്ചവടം നടക്കുന്നത്. ഇനിയിപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 704 രൂപയും, കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 684 രൂപ, കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് 674 രൂപ. ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 840 രൂപയാണ് ഒരു പവൻ്റെ പുറത്ത് കൂടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വില 8 ഗ്രാം ഒരു പവന് 91,960 രൂപയും, 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 11,495 രൂപ. ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നടക്കുന്ന വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.